നമസ്കാരം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ അടിയന്തര ഒ.പി. സേവനങ്ങൾ ഉൾപ്പെടെ മുടങ്ങരുതെന്ന് താക്കീതുമായി ഹൈക്കോടതി. ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങൾ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കോടതിയുടെ ഇടപെടൽ തേടിയുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ പ്രതികരണം. ഒരു തരത്തിലും അടിയന്തര സേവനം രോഗികൾക്ക് നിഷേധിക്കരുത്, അത് ഉറപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിന് ഗുരുതര പരിക്ക്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മാളയിലും ചാലക്കുടിയിലും മാർച്ച് നടത്തി. CPM DYFI പ്രവർത്തകർ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതായി ആരോപണം. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂരിലെ സനൂപിന്റെ വീട് സന്ദർശിച്ച് സഹായം ഉറപ്പു നൽകിയ അനിൽ അക്കര. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമായിരുന്നു സന്ദർശനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്കുത്സവത്തിനിടെയാണ് സംഭവം. മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്കുത്സവത്തിനിടെ ആനയിടഞ്ഞു യുവാവിന് പരിക്ക്. മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ശീവേലി എഴുന്നള്ളിപ്പിനായി കോലം കെട്ടുന്നതിനിടയിലാണ് സംഭവം നടന്നത്. അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയാണ് വിവേകിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞത്. ആനയുടെ പുറത്തേക്ക് കോലം എടുത്തു കൊടുക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. പരിക്കേറ്റ വിവേകിനെ ഉടൻ തന്നെ അങ്കമാലി അപ്പോളോ അട്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പാപ്പാന്മാർ ചേർന്ന ആനയെ തളച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. മാള പോലീസ്, എലിഫന്റ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, മാള. CPM DYFI പ്രവർത്തകർ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതായി ആരോപണം. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ അതുവഴി പ്രതിഷേധ പ്രകടനവുമായി പോയ DYFI CPM പ്രവർത്തകർ മണ്ഡലം ഓഫീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളും പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചതായും നേതൃത്വം ആരോപിച്ചു. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ അതുവഴി പ്രതിഷേധ പ്രകടനവുമായി പോയ DYFI CPM പ്രവർത്തകർ മണ്ഡലം ഓഫീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ആക്രമണത്തിൽ CPM DYFI നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മാള പോലീസ് സ്റ്റേഷനിലെത്തി. ആക്രമണത്തിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനീഷ് സ്റ്റേഷനിലെത്തിയത്. ആരോഗ്യമന്ത്രിക്കെതിരെ KSU ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് ജനീഷ് പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് അവിടെ യാതൊരു പരിക്കേറ്റിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പച്ചക്കള്ളം കേരളത്തിനകത്ത് വിളിച്ചു പറയുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളം മുഴുവൻ കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ പൊതുവെ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഇന്ന് സംസ്ഥാനത്താകെയുണ്ടായി. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമിക്കുകയും അതോടൊപ്പം അവിടെ അതിൻ്റെ പൊതുയോഗ യാത്രയുടെ ഭാഗമായി കുഴൂരിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളെല്ലാം തകർക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി ഓഫീസിന് താഴെ വന്നിരുന്ന് പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ പാർട്ടി ഓഫീസിന് താഴെ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും അവിടെ കല്ലെറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതേസമയം അകത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെല്ലാവരും തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അവിടെ വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പാർട്ടി ഓഫീസിന് നേരെ ആക്രമിക്കുകയും പാർട്ടി ഓഫീസിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ ഉൾപ്പെടെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജു കാട്ടിലാൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ മുഹമ്മദ് ഫൗസിയും മുൻ മെമ്പറായ ശ്രീ സണ്ണി കുട്ടല അടക്കമുള്ള നായകന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ കൊയ്യ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഔസേപ്പച്ചനും യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹക്കീം മാറുള്ള ആളുകളെല്ലാം
കുഴൂരിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു മണവാളൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, പോൾസൺ കൊടിയൻ, MA ജോജോ, AC ജോയ്, E കേശവൻകുട്ടി, BK ബിബീഷ്, സിൽവി സേവ്യർ തുടങ്ങിയ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് പാർട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, മാള. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മാളയിലും ചാലക്കുടിയിലും മാർച്ച് നടത്തി. മാളയിൽ PK ഡേവിസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെയുള്ള ആക്രമണമായി മാത്രമല്ല CPIM കാണുന്നത്, ഇടതുപക്ഷം കാണുന്നത്. കേരളത്തിൻ്റെ പ്രഗത്ഭമായ ആരോഗ്യ മേഖല, ലോകപ്രശസ്തമായ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച 10 കൊല്ലമായി കേരളത്തിൽ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPIM എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും നേരെയുള്ള കയ്യേറ്റവും കടന്നാക്രമണവുമായാണ് ഞങ്ങളിതിനെ കാണുന്നത്. ബിജു ഉർമിസ് അധ്യക്ഷനായി. ചാലക്കുടി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനാധിപത്യപരമായ പ്രതിഷേധ പ്രകടനങ്ങളെ നമുക്ക് അംഗീകരിക്കാം. അത് ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യവുമാണ്. എന്നാൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ കയറി ആക്രമിക്കുക, അതുപോലെ ഔദ്യോഗിക വസതിയിലും സ്വകാര്യ വസതിയിലും കയറി ആക്രമണം അഴിച്ചുവിടുക. ഇപ്പോൾ ഇന്ന് കണ്ണൂർ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം യാത്രയ്ക്ക് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അവരെ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ കടന്നാക്രമിച്ചത്. ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. K. അജിതൻ അധ്യക്ഷനായി. TP ജോണി, ജിൽ ആന്റണി, AM ഗോപി, CS സുരേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂരിലെ സനൂപിന്റെ വീട് സന്ദർശിച്ച് സഹായം ഉറപ്പു നൽകി അനിൽ അക്കര. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമായിരുന്നു സന്ദർശനം. മുട്ടുവേദനയ്ക്ക് ചികിത്സ തേടിയ ആൾക്കാണ് കാഴ്ച നഷ്ടമായതായി പറയുന്നത്. സനൂപിനും കുടുംബത്തിനും നിയമപരവും സാമൂഹികവുമായ മുഴുവൻ സഹായവും നൽകുമെന്ന് അനിൽ അക്കര പറഞ്ഞു. ഇതിന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകും. സനൂപ് അടിയന്തരമായി ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് സഹായകരമായി സ്മാർട്ട് ഗ്ലാസ് നൽകാനാണ് പ്രാഥമിക ചർച്ചകളിൽ വിദഗ്ധർ ശുപാർശ ചെയ്തത്. അതിനായി മികച്ച ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അനിൽ അക്കര പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് കൃഷ്ണമണികൾ നീക്കേണ്ടി വന്നെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി സനൂപും കുടുംബവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ സനൂപിന്റെ ഇരു കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലിയെടുക്കുന്നതിന് തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും ഗൗനിച്ചിരുന്നില്ല. തുടർന്ന് സനൂപിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് യുവാവിനെ ICUവിലേക്ക് മാറ്റിയത്. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. കൃഷ്ണമണികൾ നീക്കം ചെയ്യാനായുള്ള ശസ്ത്രക്രിയയാണെന്ന് കുടുംബത്തോട് നേരിട്ട് പറഞ്ഞിരുന്നില്ല. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫെബ്രുവരി 28 രാവിലെ 8 വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. 14 ആവാസ വ്യവസ്ഥകളിൽ നിന്നാണ് വിവിധ മൃഗങ്ങൾ എത്തിയത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. ജിറാഫ് ഉൾപ്പെടെയുള്ള വിദേശ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലേക്ക് 4 കോടി രൂപ അഡ്വാൻസ് നൽകിയതായും മന്ത്രി പറഞ്ഞു. വിദേശത്തെ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആകെ ചെലവിൽ അഡ്വാൻസായി 4 കോടി നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സീബ്ര,
ആഫ്രിക്കൻ മാൻ, അനാക്കോണ്ട, ജിറാഫ് ഉൾപ്പെടെ 6 ഇനം വിദേശ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ധാരണ ടെൻഡർ ഉണ്ടാക്കി L1 ബിഡർക്ക് 4 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കൂടി സാധ്യതകളും സാഹചര്യങ്ങളും മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും എടുത്തുകൊണ്ടായിരിക്കും മാറ്റി തുടങ്ങുക. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശനം. മറ്റു മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. ഹൈ പവർ കമ്മിറ്റി യോഗം ചേർന്ന് പ്രവേശന ടിക്കറ്റ് നിരക്കുകൾ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. ഹെഡ്മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവുകളോടെയുള്ള പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. കിൻഡർഗാർട്ടൻ, LKG, UKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് 30 രൂപ നിരക്കിലും 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് 30 രൂപ നിരക്കിലും പ്രവേശനം അനുവദിക്കും. മന്ത്രിയോടൊപ്പം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. പുത്തുഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം തുടരുകയാണ്. 7ാം ദിവസം രാവിലെ കിഴക്കൂട്ട് അനിയൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പ്രമാണത്തിൽ പഞ്ചാരിമേളം നടന്നു. 3 ഗജവീരന്മാർ അണിനിരന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധന, വനിതാ കാവടിച്ചിന്ത്, പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. നാളെ ആറാട്ട് സദ്യ, കൊടിക്കൽ പറ ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിന് ഗുരുതര പരിക്ക്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മാളയിലും ചാലക്കുടിയിലും മാർച്ച് നടത്തി. CPM DYFI പ്രവർത്തകർ കുളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതായി ആരോപണം. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂരിലെ സനൂപിന്റെ വീട് സന്ദർശിച്ച് സഹായം ഉറപ്പു നൽകിയ അനിൽ അക്കര. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമായിരുന്നു സന്ദർശനം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.